ഇനി നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സിനോട് നിങ്ങളുടെ മനസ്സിലുള്ള 3 ചോദ്യങ്ങളും അതിന് യൂണിവേഴ്സ് എന്താണ് ഉത്തരം തരുന്നതെന്ന് നോക്കാം. ആദ്യം ശാന്തമായിരുന്ന് ഇൻഹേൽ ചെയ്ത് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പുറത്തേക്ക് വിടുക. അത് 3 പ്രാവശ്യം ചെയ്ത ശേഷം നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉത്തരം ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം മനസ്സിൽ കൊണ്ടുവരിക. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം യു വിൽ നീഡ് ടു കൺസിഡർ അതർ വേസ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് മറ്റു വഴികളും കൂടി നോക്കണം എന്നാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്ന മാർഗം നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം തരില്ല, ഒന്ന് മാറി ചിന്തിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ മറ്റൊരു വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയിക്കാൻ സാധിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കുക, അതിലെവിടെയാണ് പിഴവുകൾ പറ്റണമെന്ന് നോക്കുക. ആ പിഴവുകൾ പറ്റാത്ത രീതിയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് ചിന്തിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. വെയിറ്റ് ഫോർ എ ബെറ്റർ ഓഫർ. പ്രത്യേകിച്ച് ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിയെ കുറിച്ചോ അത് സ്വീകരിക്കേണ്ട കാര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈവൻ ഒരു റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നതിനെ കുറിച്ചോ ഒക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഫോർ എ ബെറ്റർ ഓഫർ എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇപ്പോഴത്തെ ഒരു എനർജി നമുക്ക് പോസിറ്റീവ് അല്ല. നമുക്ക് ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചില സെറ്റ് ബാക്സ് തിരിച്ചടികൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു നല്ല ഓഫർ വേറെ ഇതിലും നല്ലത് വരും. അപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ നിലവിൽ ആലോചിക്കുന്ന കാര്യം വേണ്ട, അത് നിങ്ങൾക്ക് നല്ലതല്ല എന്നുള്ള രീതിയിലാണ് പ്രപഞ്ചം സൂചനകൾ തരുന്നത്. ഇത് ഓരോരുത്തരും അവനവന് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ അവനവന് റെസനേറ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യം ഉത്തരം ഇറ്റ് ഈസ് അൺസേർട്ടൺ. ഇന്നത്തെ ഒരു എനർജി അങ്ങനെയാണ്, നിങ്ങൾ കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. ആദ്യത്തെ ചോദ്യത്തിനോട് കണക്റ്റഡ് ആണ് തോന്നുന്നത്. രണ്ടാമത്തെ ചോദ്യം മിക്കവാറും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ ഇറ്റ് ഈസ് അൺസേർട്ടൺ. ഇപ്പോൾ അതിൽ ഒരു തീരുമാനം എടുക്കാറായിട്ടില്ല എന്നാണ് പറയുന്നത്. അത് അതിനുള്ള സമയമായിട്ടില്ല. ഓരോന്നിനും ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ആ സമയത്താണ് ആ കാര്യങ്ങൾ ശരിക്കും നടക്കുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ ഒരു അൺസേർട്ടനിറ്റിയുടെ ഒരു സമയം കഴിയും, നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്കൊരു ചോദ്യം കൂടി നോക്കാം. വീഡിയോ വേണമെങ്കിൽ പോസ് ചെയ്തോളൂ, എന്നിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചോദ്യം മനസ്സിൽ വിചാരിക്കാം. തരാം. ഇഫ് യു ഡു ആസ് യു ആർ ടോൾഡ്. എങ്ങനെ ഒരു കാര്യം നടക്കും എന്നാണ് നിങ്ങളുടെ ചോദ്യം എന്നുണ്ടെങ്കിൽ നിങ്ങളോട് എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്, നിർദ്ദേശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്, അത് പ്രകാരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനൊരു ഉത്തരം ലഭിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ മാതാപിതാക്കളോ അങ്ങനെ എല്ലാവരും മുതിർന്നവരോ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഗുരുക്കന്മാരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ പല ടാരോ റീഡിംഗ്സോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് 100% വിശ്വസിക്കാവുന്ന ഒരു ഉറവിടത്തിൽ നിന്നാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രകാരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് പ്രപഞ്ചം ഉത്തരം തരുന്നത്.